നമസ്കാരം. ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. എല്ലാവരും കഴിവതും ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വിദേശ രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ സാമ്പത്തിക നേട്ടം വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും വലിയൊരു രാജയോഗ ഭാഗ്യം വന്നു ചേർന്നിരിക്കുകയാണ്. അതും 4 രാശികളിലായി ജനിച്ച നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് ഇനി ജീവിതത്തിൽ വന്നു ചേരുന്നത്. ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ഒരു സമയം. കേന്ദ്ര ത്രികോണ രാജയോഗം ജ്യോതിഷത്തിൽ ഒരു അതിശക്തവും ശുഭകരവുമായ യോഗങ്ങളിൽ ഒന്നാണ്. ഇതൊരു വ്യക്തിയുടെ ജാതകത്തിൽ രൂപപ്പെടുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഉയർന്ന സ്ഥാനം, ഐശ്വര്യം, ബഹുമാനം, വിജയം എന്നിവ ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. അതിനാൽ തന്നെ ഇത്തരം രാജയോഗങ്ങൾ ജീവിതത്തിൽ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാടാണ്. എങ്കിലും അത് തോന്നുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഒന്നല്ല. ഗ്രഹസ്ഥാനങ്ങളുടെ രാശി മാറ്റ അടിസ്ഥാനത്തിൽ ഇത് അപൂർവമായി മാത്രം വന്നു ചേരുന്ന ഒരു രാജയോഗമാണ്. ഈ രാജയോഗം നിങ്ങളുടെ ജന്മരാശിയിൽ നിങ്ങൾക്ക് അനുകൂലമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. തൊഴിൽപരമായും സാമ്പത്തികപരമായും വലിയ രീതിയിലുള്ള ഉന്നതിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് 4 രാശികളിലായി ജനിച്ച നക്ഷത്രക്കാർക്കാണ്. ജീവിത ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഇത്രയും പറഞ്ഞത് വരാനിരിക്കുന്ന ഒരു കേന്ദ്ര ത്രികോണ രാജയോഗത്തെക്കുറിച്ച് പറയാനാണ്. ശനി മീനൻ രാശിയിൽ കേന്ദ്ര ത്രികോണ രാജയോഗം സൃഷ്ടിക്കുന്നതോടെ 4 രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യം കൈവരും. അശുഭകരമായ ഗ്രഹങ്ങൾ ഒന്നായാണ് ശനിയെ പലപ്പോഴും കണക്കാക്കുന്നത്. എങ്കിലും ശനി കർമ്മം, അച്ചടക്കം, ജീവിത പാഠങ്ങൾ എന്നിവയുടെ ഗ്രഹമായ ശക്തമായ സ്ഥാനം നിലനിർത്തിയ ഒരു ഗ്രഹം കൂടിയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇക്കുറി ശനി നിങ്ങൾക്കായി നൽകുന്നത് നല്ല നേട്ടങ്ങളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമാകുന്ന രീതിയിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നിൽക്കുന്ന രീതിയിലുള്ള രാജയോഗമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. തൊഴിലില്ലാതെ വിഷമിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റാതിരുന്നവർക്ക്, അതായത് വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ട് പോലും തൊഴിൽ ലഭിക്കാതെ ഇരുന്നവർക്ക് ഇനി തൊഴിൽ ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള തൊഴിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. അതുപോലെ വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടന്ന് വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്യുന്നതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്തുകൊണ്ടും തൊഴിൽപരമായും സാമ്പത്തികപരമായും ഈ 4 രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ 4 രാശികൾ ഏതൊക്കെയെന്നും അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം. എല്ലാവരും നിങ്ങളുടെ പേരും നാളുമൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ മാറുന്നതിനായി മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നിങ്ങൾക്കും കൂടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും. ആദ്യമായി മിഥുനൻ രാശി. മകയിരം, തിരുവാതിര, പുണർദം എന്നീ 3 നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സമ്മാനിക്കുമെന്ന് തന്നെ പറയാം. ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രയോജനകരമാക്കി എടുക്കുന്നതിനും അതുപോലെ സാമ്പത്തികപരമായി ഒരു അടിത്തറ പാകുന്നതിനും അനുകൂലകരമായ രീതിയിലാണ് നിങ്ങളുടെ ജന്മരാശിയിൽ കേന്ദ്ര ത്രികോണ രാജയോഗം രൂപപ്പെടുന്നത്. തൊഴിൽ മേഖലയിൽ അനുകൂല മാറ്റങ്ങൾ വന്നു ചേരും. അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല രീതിയിൽ തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേരും. വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും തൊഴിൽ ലഭിക്കാതെ ഇരിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ സർക്കാർ നിയമനത്തിനായി കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങളും പോം വഴികളും നിങ്ങളുടെ മുന്നിൽ തെളിയും. അതുമൂലം ഇപ്പോഴത്തെ പ്രതിസന്ധികളൊക്കെ ഒന്ന് തരണം ചെയ്ത് മനസ്സമാധാനമായി സന്തോഷമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ സാധിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും. വലിയ രീതിയിലുള്ള ജീവിത മാറ്റമാണ് ഈ ഒരു കേന്ദ്ര ത്രികോണ രാജയോഗത്താൽ മിഥുനൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന 3 നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. അടുത്തത് കർക്കടകൻ രാശിയാണ്. പുണർദം, പൂയം, ആയില്യം. കർക്കിടകൻ രാശിയിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി നിരവധി ഗുണഫലങ്ങൾ വന്നു ചേരും. അതായത് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലകരമായി
നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നികത്തുന്ന രീതിയിലുള്ള ഭാഗ്യ അനുകൂലം വന്നു ചേരുമെന്ന് തന്നെ പറയാം. വിദേശത്ത് പഠനത്തിനും ജോലിക്കും ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കേന്ദ്ര ത്രികോണ രാജയോഗം കർക്കിടകൻ രാശിക്കാരെ നേട്ടങ്ങളിലേക്കാണ് ഈ നയിക്കാൻ പോകുന്നത്. കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കലഹങ്ങളും ഒക്കെ മാറി നല്ലൊരു കുടുംബ അന്തരീക്ഷം, അതും കുടുംബ അംഗങ്ങളുമൊത്ത് സന്തോഷമായി പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി വരും. അതുപോലെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ഉയർച്ചയുണ്ടാകും. ഇപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ കേന്ദ്ര ത്രികോണ രാജയോഗം വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് സമ്മാനിക്കാൻ പോകുന്നത്. ജീവിതം ഇനി കരകയറും. അടുത്തത് മകരൻ രാശി. ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ 3 നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ അതിശക്തമായ മാറ്റങ്ങളാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്താൽ വന്നു ചേരാൻ പോകുന്നത്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ പല കാര്യങ്ങളും സംഭവിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. പണം സമ്പാദിക്കാൻ കൂടുതൽ വഴികൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരും. പ്രണയ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും അതൊരു വിവാഹത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. എന്തുകൊണ്ടും വിവാഹ ജീവിതവും നിങ്ങളുടെ പ്രണയ ജീവിതവും അനുകൂലകരമായ രീതിയിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. വിവാഹം കഴിഞ്ഞിരിക്കുന്ന ദമ്പതികൾക്കും കുടുംബജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറി നല്ലൊരു കുടുംബജീവിതവും കാത്തിരിക്കുന്നു. എന്തുകൊണ്ടും ഭാഗ്യമാണ്, നേട്ടമാണ്. ജീവിതം ഇനി രക്ഷപ്പെടാൻ പോകുന്നു. അടുത്തത് മീനൻ രാശി. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ രാശിയിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വരുന്ന സമയമാണ് ഈ രാജയോഗം വഴി. പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും അകലും. ഇവരുടെ വരുമാനം വർദ്ധിക്കും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ശമ്പള വർധനവിനും സ്ഥാനക്കയറ്റത്തിനും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തൊഴിൽ ചെയ്യുന്നതിനുമുള്ള അനുകൂല സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പണം സമ്പാദിക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുമെന്ന് തന്നെ പറയാം. അതുവഴി നല്ലൊരു സാമ്പത്തിക തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്താനുള്ള യോഗം കാണുന്നു. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് അനുകൂല സമയമാണ്. കൂടാതെ നല്ല ജോലി തന്നെ കിട്ടാനുള്ള സാധ്യതയും കാണുന്നു. വിദേശ രാജ്യത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ നാട്ടിൽ തന്നെ തൊഴിൽ നോക്കുന്നവർക്കും എന്തുകൊണ്ടും അനുകൂല സമയമാണ്. നിങ്ങളുടെ ആഗ്രഹം പൂവണിയും. കുടുംബത്തോടൊപ്പം നല്ല സമയം ചിലവഴിക്കാൻ സാധിക്കും. കുടുംബ അംഗങ്ങളുമായി ദീർഘദൂര യാത്രകളും തീർത്ഥാടന യാത്രകളും നടത്താനുള്ള യോഗം കാണുന്നു. എന്തുകൊണ്ടും ജീവിതം ഇനി രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വിട്ടുമാറി ജീവിതം ഇനി ഉയർച്ചയുടെ പടവുകൾ കയറും. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.